ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിളായിട്ടുള്ള മുതിരയും കായും കൂടിയുള്ള ഉപ്പേരി, അല്ലെങ്കിൽ ഒരു മെഴുക്ക് വരട്ടി, അല്ലെങ്കിൽ ഒരു ഉലർത്താണ്. അപ്പോൾ ഈ തണുപ്പ് സീസണിൽ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഇൻഗ്രീഡിയൻ്റ് ആണ് മുതിര. അത് കായും കൂടെ കൂട്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, ഓൾമോസ്റ്റ് ഒരു നോൺ വെജിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം മുതിര ഞാൻ രാത്രി മുഴുവൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഉപ്പും ചേർത്തിട്ട് 2 വിസിൽ ഹൈയിലും ഒരു 3-4 വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പം അത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുക്കാം നന്നായിട്ട്. അതിൻ്റെ ഒപ്പം കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ചതച്ചെടുക്കാം. അപ്പം നന്നായിട്ട് ഉള്ളിയും കൂടെ ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചുവന്ന മുളക്, ഉണക്കമുളകില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഷിൻ്റെ ബേസ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി ചതച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാന് മീഡിയം ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ ഈ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി, ചെറിയുള്ളി, മുളകിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ലൈറ്റായിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം പോണ വരെ കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് സോട്ടേ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കായ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കായ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഞാൻ വെച്ചിരിക്കുകയായിരുന്നു, കളർ മാറാണ്ടിരിക്കാൻ. ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലേശം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. കായ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് വേണമെങ്കിൽ ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് ഈ കായ ഒന്ന് നന്നായി വെന്ത് വരുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ വെള്ളത്തിന് പകരം ഞാൻ ഈ മുതിര വേവിച്ച് വെച്ചിട്ടുള്ളതിലുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കായ ഒന്ന് നന്നായിട്ട് വെന്ത് വരും. കായ വെന്ത് വരുമ്പോൾ നമ്മൾ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മുതിരയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് രണ്ടും കൂടി ഒന്ന് നന്നായി മിക്സായി വരുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2-3 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ഉപ്പേരി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.